വെൽക്കം ടു ഫുഡ് ടാഗ്. ഈ തണുപ്പ് കാലത്തും അതുപോലെ മഴക്കാലത്തും പിന്നെ പനി, ജലദോഷം, തൊണ്ടവേദനയൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കുരുമുളക് രസമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് എൻ്റെ അമ്മൂമ്മയുടെ കാലം മുതൽ ചെയ്തു വരുന്ന ഒരു റെസിപ്പിയാണ്. എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു വയ്യായ്മ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പറയും കുരുമുളക് രസം വേണമെന്ന്. അത്രയും എളുപ്പത്തിൽ ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനും. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ പമ്പ കിടക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുരുമുളക് രസം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം, 2-3 കപ്പലമുളക് പൊട്ടിച്ചിട്ടതാണ്. പിന്നെ ഞാൻ 2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ്. മല്ലിയായിട്ടുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്തോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പൊടി ചേർക്കണമെന്ന് മാത്രം. 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുത്തിട്ട് വരാനായിട്ട്. നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അമ്മിക്കല്ലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതിൽ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഒന്നും പാതിയായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത് 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ സൈസിലുള്ള പുളി ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. ഇത് നന്നായിട്ട് അരിച്ച ശേഷം ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അത് ഇഷ്ടമുള്ളവർ നല്ലോണം ചേർത്തോളൂ, അല്ലാത്തവർ കുറച്ച് ചേർത്തോളൂ. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച അരപ്പും കൂടെ ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പുളിയുടെയും അതുപോലെ നമ്മൾ അരച്ചെടുത്തില്ലേ അതിൻ്റെയൊക്കെ പച്ചവാസന പോണ വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും. ലോ ഫ്ലെയിമിൽ പതുക്കെ ഇരുന്ന് കുക്ക് ചെയ്യേണ്ടതാണ് രസമൊക്കെ. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടെല്ലാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുകയാണ്. അതിനുശേഷം ഒരു താളിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, 2 കപ്പലമുളക്. ഇത് നന്നായിട്ട് താളിച്ച ശേഷം ഇതിലേക്ക് ചേർക്കാം. കറിവേപ്പില ഞാൻ അവസാനമായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ പറിച്ചെടുത്തിട്ട് വന്നിട്ടാണ് ചേർക്കണത്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് വയ്യായ്മയൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ചൂട് ചോറും നല്ല രസം പപ്പടവും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ വേറെ ഒന്നും വേണ്ട കഴിക്കാനായിട്ട്. അത്രയ്ക്ക് അടിപൊളിയാണ്. പെട്ടെന്ന് നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യും. ഇതിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹെൽത്തിന് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.